ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ചെറിയ ചെറിയ ക്ലിപ്പിങ്സുള്ള ഒരു കൊച്ചു വ്ളോഗ്, പക്ഷേ രസകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പാച്ചും കുഞ്ഞും രണ്ട് പേരും വഴി വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്കും ജോലി സ്ഥലത്തേക്കും ഒക്കെ പോയി തിരികെ വരുന്ന ഒരു ക്ലിപ്പിങ്സാണ് കേട്ടോ ഇത്. അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഓഫീസിലായാലും രാവിലെ വീട്ടിലായാലും ഭയങ്കര തിരക്കായിരുന്നു. അതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള ചായക്കുള്ള കടികളും നല്ല സൂപ്പറായിട്ടുള്ള കോഫിയും മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ഒരു വീഡിയോ. ഇത് നല്ലൊരു തരം പത്തിരിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇന്ന് വൈകുന്നേരം പാച്ചു വരുന്ന വഴിക്ക് പപ്പായെക്കൊണ്ട് വാങ്ങിച്ചൊരു പുതിയ കളിപ്പാട്ടമാണ് കേട്ടോ. പാച്ചുവിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കാണുമ്പോൾ വേണമെന്ന് പറയും. എപ്പോഴും ഒന്നും വാങ്ങിക്കൊടുക്കാറില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അവർക്കതൊരു സന്തോഷമല്ലേ. അപ്പോൾ നല്ല സൂപ്പർ കോഫിയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് എന്താണ് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം ഞാനിന്ന് നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ഇട്ടൊരു മെഴുക്കുവരട്ടിയും അതുപോലെ നമ്മളുടെ കഞ്ഞിവെള്ളം താളിച്ചതാണ് കേട്ടോ രണ്ടാമതായിട്ട് ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ പപ്പടവും കാച്ചി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ റെസിപ്പീസ് ഉണ്ടാക്കിയത്. പപ്പടം, ചോറ്, ഒരു മുട്ട പൊരിച്ചത്, പിന്നെ ചിക്കൻ്റെ ഒരു ചെറിയ പീസ്, പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി. അടിപൊളിയാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പം ഇത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നുള്ള ഒരു കൊച്ചു ടിപ്പൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ഇന്നത്തെ വ്ളോഗ് നമുക്ക് തീർക്കാം. അപ്പോൾ മല്ലിയില ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാൽ നന്നായിട്ട് ആദ്യമേ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ ആ കറുത്ത പോലെ ഇരിക്കുന്ന ആ ഒരു പാർട്സ് എല്ലാം മാറ്റി ഫ്രഷായിട്ട് നല്ല പച്ചയായിട്ട് ഇരിക്കുന്ന തണ്ടോട് കൂടിയത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അതിന് ശേഷം അത് നല്ല ഉണങ്ങിയ ഒരു ടവൽ ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്. അതിനെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് തുടച്ച് ഉണക്കി ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ഒരു ബോക്സ് ഇട്ട് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ അത് കുറേ ദിവസം നിൽക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.